എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2015 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സൈക്കോളജിയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം: രാജു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു. അധ്യാപികയുടെ നിരന്തരമായ പ്രേരണയിലും അവൻ തൻ്റെ സഹപാഠികളുമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. രാജുവിൻ്റെ ഈ പ്രശ്നത്തിന് കാരണം എന്താണ്? എ. ശാരീരിക വൈകല്യം, ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്. ബി. ഭാഷാ വൈകല്യം, ലിംഗ്വിസ്റ്റിക് ഡെഫിഷ്യൻസി. സി. ഒറ്റപ്പെടൽ, ഐസൊലേഷൻ. ഡി. വൈകാരിക ശോഷണം, ഇമോഷണൽ ഡിപ്രിവേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈകാരിക ശോഷണം അഥവാ ഇമോഷണൽ ഡെപ്രിവേഷൻ. ചോദ്യം 2: ജോണിനെ അധ്യാപകൻ അകാരണമായി വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ ദേഷ്യം അധ്യാപകനോട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പകരം വീട്ടിൽ ചെന്ന് അമ്മയോടും അനുജനോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ജോൺ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്? ജോണിനെ അധ്യാപകൻ അകാരണമായി വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ ദേഷ്യം അധ്യാപകനോട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പകരം വീട്ടിൽ ചെന്ന് അമ്മയോടും അനുജനോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ജോൺ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്? എ. ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനഭ്രംശം. ബി. പ്രക്ഷേപണം, പ്രൊജക്ഷൻ. സി. അനുരൂപണം, കോമ്പൻസേഷൻ. ഡി. പശ്ചാത്ഗമനം, റെഗ്രഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനഭ്രംശം. 3. പ്രബലന രീതികളോടുള്ള ഒരു പഠന പ്രതികരണമാണ് വ്യക്തിത്വം. താഴെ പറയുന്നവയിൽ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്തുണക്കുന്നത്? പ്രബലന രീതികളോടുള്ള ഒരു പഠന പ്രതികരണമാണ് വ്യക്തിത്വം. താഴെ പറയുന്നവയിൽ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്തുണക്കുന്നത്? പേഴ്സണാലിറ്റി ഈസ് എ ലേൺഡ് റെസ്പോൺസ് ടു പാറ്റേൺസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. വിച്ച് തിയറി സപ്പോർട്ട്സ് ദിസ് സ്റ്റേറ്റ്മെന്റ്? എ. മാനവികതാവാദം, ഹ്യൂമാനിസം. ബി. ചേഷ്ടാവാദം, ബിഹേവിയറിസം. സി. ജസ്റ്റാൾട്ട് സിദ്ധാന്തം, ജസ്റ്റാൾട്ട് തിയറി. ഡി. വൈജ്ഞാനിക സാമൂഹിക സിദ്ധാന്തം, കോഗ്നിറ്റീവ് സോഷ്യൽ തിയറി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസം. ചോദ്യം 4: പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത്? പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഈസ് പ്രിവലന്റ് ഫോർ ദ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡെഫിഷ്യൻസീസ്? എ. ഉപഭോക്തൃ നിയമം, കൺസ്യൂമർ ആക്ട്. ബി. സുരക്ഷാ നിയമം, സെക്യൂരിറ്റി ആക്ട്. സി. വിവരാവകാശ നിയമം, RTI ആക്ട്. ഡി. PWD ആക്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, PWD ആക്ട്. ചോദ്യം 5: വ്യക്തിത്വ മാപനത്തിനുള്ള വിവിധ ഉപകരണങ്ങളിൽ ഏതാണ് ഒബ്ജക്റ്റീവ് ഉപാധിയായി വിശേഷിപ്പിക്കുന്നത്? വ്യക്തിത്വ മാപനത്തിനുള്ള വിവിധ ഉപകരണങ്ങളിൽ ഏതാണ് ഒബ്ജക്റ്റീവ് ഉപാധിയായി വിശേഷിപ്പിക്കുന്നത്? Which of the following tools that are used for assessing personality will give an objective measure of personality? A. റോഷയുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. MMPI. സി. TAT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നതിൻ്റെ ഷോർട്ടാണ് TAT. ഡി. വാക്യം പൂരിപ്പിക്കൽ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്,
MMPI. ചോദ്യം 6. താഴെ പറയുന്നവയിൽ ഏതാണ് നോം ചോംസ്കിയുടെ ആശയങ്ങളെ പിന്തുണക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് നോം ചോംസ്കിയുടെ ആശയങ്ങളെ പിന്തുണക്കുന്നത്? ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് that mostly support the idea of Noam Chomsky. A. ഭാഷാ വികസനം വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നു. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസിങ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ബി. സംസ്കാരമാണ് ഒരു വ്യക്തി എന്തു പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കൾച്ചർ ഡിക്റ്റേറ്റ്സ് വാട്ട് പീപ്പിൾ നീഡ്സ് ടു ലേൺ. സി. ഭാഷാർജിത ഉപകരണം LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഡി. സാമൂഹിക സാഹചര്യം ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നു. സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതിൽ നോം ചോംസ്കിയുടെ ആശയത്തെ പിന്തുണക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാഷാർജിത ഉപകരണം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ചോദ്യം 7. ഒരു സ്വാഭാവിക പ്രതികരണം ഉളവാക്കുന്ന ചോദകവുമായി ആവർത്തിച്ചുള്ള കൂട്ടിച്ചേർക്കൽ മൂലം ഒരു അസ്വാഭാവിക വസ്തുവിൽ നിന്നും സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പഠന പ്രതികരണമാണ്. ഒരു സ്വാഭാവിക പ്രതികരണം ഉളവാക്കുന്ന ചോദകവുമായി ആവർത്തിച്ചുള്ള കൂട്ടിച്ചേർക്കൽ മൂലം ഒരു അസ്വാഭാവിക വസ്തുവിൽ നിന്നും സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പഠന പ്രതികരണമാണ് a type of learned response that occurs when a neutral object comes to elicit a reflexive response when it is associated with a stimulus that already produces that response is called. A. പൗരാണിക അനുബന്ധനം ക്ലാസിക്കൽ കണ്ടീഷനിങ്. ബി. പ്രവർത്തനാനുബന്ധനം ഓപ്പറന്റ് കണ്ടീഷനിങ്. സി. ചോദക സാമാന്യവൽക്കരണം സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഡി. ഉപകരണ അനുബന്ധനം ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പൗരാണിക അനുബന്ധനം ക്ലാസിക്കൽ കണ്ടീഷനിങ്. ചോദ്യം 8. ഒരു ചോദകത്തിന്റെ ഉപയോഗം കൊണ്ട് പ്രതികരണം ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യത കുറക്കുന്ന പ്രക്രിയയാണ്. ഒരു ചോദകത്തിന്റെ ഉപയോഗം കൊണ്ട് പ്രതികരണം ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യത കുറക്കുന്ന പ്രക്രിയയാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റിമുലസ് ദാറ്റ് ഡിക്രീസസ് the probability of a behavior's recurring is called as A. പോസിറ്റീവ് പ്രബലനം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബി. നെഗറ്റീവ് പ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. സി. പോസിറ്റീവ് ശിക്ഷ പോസിറ്റീവ് പണിഷ്മെന്റ്. ഡി. നെഗറ്റീവ് ശിക്ഷ നെഗറ്റീവ് പണിഷ്മെന്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പോസിറ്റീവ് ശിക്ഷ പോസിറ്റീവ് പണിഷ്മെന്റ്. ചോദ്യം 9. ക്ലാസ്സിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന അധ്യാപകൻ കുട്ടികളുടെ വിവിധ തരം സ്വഭാവങ്ങളെ വിശകലനം ചെയ്തു. സർഗാത്മകത തിരിച്ചറിയുന്നതിന് കുട്ടികളിലെ ഏത് സ്വഭാവ സവിശേഷതയാണ് കൂടുതൽ പരിഗണിക്കുന്നത്? ക്ലാസ്സിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന അധ്യാപകൻ കുട്ടികളുടെ വിവിധ തരം സ്വഭാവങ്ങളെ വിശകലനം ചെയ്തു. സർഗാത്മകത എന്നതിൻ്റെ ഇംഗ്ലീഷ് ക്രിയേറ്റിവിറ്റി തിരിച്ചറിയുന്നതിന് കുട്ടികളിലെ ഏത് സ്വഭാവ സവിശേഷതയാണ് കൂടുതൽ പരിഗണിക്കുന്നത്? എ. അനുസരണശീലവും വിധേയത്വവും ഒബീഡിയൻസ് ആൻഡ് ലോയൽ. ബി. വൈവിധ്യത്തിൽ താല്പര്യം കാണിക്കാത്തത് ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ വെറൈറ്റി. സി. എല്ലാ പ്രവർത്തനങ്ങളിലും ചിട്ടയും ക്രമവും കാണിക്കുന്നത് ഫോളോസ് എ സിസ്റ്റമാറ്റിക് ഓർഡർ ഇൻ എവരി ആക്ടിവിറ്റി. ഡി. സാഹസികത്വവും ആപൽക്കരവുമായ പ്രവൃത്തികളിൽ താല്പര്യം കാണിക്കുന്നത് ഇൻട്രസ്റ്റഡ് ഇൻ അഡ്വഞ്ചറസ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്,
സാഹസികത്വവും ആപൽക്കരവുമായ പ്രവൃത്തികളിൽ താല്പര്യം കാണിക്കുന്നത്. ഇതാണ് സർഗാത്മകത തിരിച്ചറിയുന്നതിന് കുട്ടികളിലെ ഈ സ്വഭാവ സവിശേഷത കൂടുതൽ പരിഗണിക്കാം. ചോദ്യം 10. പഠിച്ച കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? പഠിച്ച കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? Which of the following situations would be the best for maximum transfer of learning? A. വിവിധ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവൃത്തികൾ. ഡിഫറൻറ്റ് ടാസ്ക്സ് റിക്വയറിംഗ് ഡിഫറൻറ്റ് റെസ്പോൺസസ്. എ. ഒരേ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവൃത്തികൾ. ഡിഫറൻറ്റ് ടാസ്ക്സ് റിക്വയറിംഗ് ദ സെയിം റെസ്പോൺസ്. സി. വിവിധ തരം പ്രതികരണം വേണ്ടി വരുന്ന ഒരേ പ്രവൃത്തികൾ. സിമിലർ ടാസ്ക് റിക്വയറിംഗ് ഡിഫറൻറ്റ് റെസ്പോൺസസ്. ഡി. ഒരേ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന ഒരേ പ്രവൃത്തികൾ. സിമിലർ ടാസ്ക് റിക്വയറിംഗ് ദ സെയിം റെസ്പോൺസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരേ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവൃത്തികൾ. ബി ആണ് ഉത്തരം. ചോദ്യം 11. അധ്യാപന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അധ്യാപന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. Some of the factors associated with the teaching process is given below. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അധ്യാപക വിദ്യാർത്ഥി ബന്ധം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. 2. വിഷയത്തിലുള്ള അറിവ്. നോളജ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ. 3. ബോധന പ്രക്രിയയിലുള്ള നൈപുണി. സ്കിൽ ഇൻ ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ്. 4. വിദ്യാർത്ഥികളുടെ അറിവ്. സ്റ്റുഡൻസ് നോളജ്. ഇതിനെ അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തുക. ബേസ്ഡ് ഓൺ ദിസ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺ ഫ്രം ദി ഫോളോയിങ്. ഏതൊക്കെയാണ് ശരി എന്നാണ് പറയേണ്ടത്. 1, 2, 4 ശരി എന്നാണ് എ പറയുന്നത്. 2, 3, 4 ശരിയാണ് എന്നാണ് ബി പറയുന്നത്. 1, 3, 4 ശരിയാണ് എന്ന് സിയിലും ഡിയിൽ 1, 2, 3 എന്നിവ ശരിയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഏതാണ് ശരി? ശരിയായത് ഡി എന്ന ഓപ്ഷനാണ്. അതായത് അധ്യാപന പ്രക്രിയയുമായിട്ട് ഈ നാലാമത്തതിന് വലിയ ബന്ധമില്ല. വിദ്യാർത്ഥികളുടെ അറിവ്, അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വിഷയത്തിലുള്ള അറിവ്, ബോധന പ്രക്രിയയിലുള്ള നൈപുണി, ഇതാണ് അധ്യാപന പ്രക്രിയയുമായി അഥവാ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ചോദ്യം 12. പഠനത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ബോധനം മാതൃഭാഷയിലാവുന്നതാണ് അഭികാമ്യം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ കാരണമായി പറയാവുന്നത്? പഠനത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ബോധനം മാതൃഭാഷയിലാവുന്നതാണ് അഭികാമ്യം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ കാരണമായി പറയാവുന്നത്? ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ലേണിംഗ് ഇറ്റ് ഈസ് ബെറ്റർ ടു ടീച്ച് ഇൻ മദർ ലാംഗ്വേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ? എ. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നു. ബി. കുട്ടികളുടെ പഠനം ഏറ്റവും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നടക്കാൻ സഹായിക്കുന്നു. സി. പഠനം ആയാസരഹിതമാക്കുന്നു. ഡി. ബുദ്ധിവികാസത്തെ സഹായിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. കുട്ടികളുടെ പഠനം ഏറ്റവും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നടക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ഇൻ ലേണിംഗ് ഇൻ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ. ചോദ്യം 13. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ്
കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ദ ബെസ്റ്റ് റെമഡി ഫോർ ദ സ്റ്റുഡൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ലേണിംഗ് ഈസ് എ. കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കൽ, സജഷൻ ഫോർ ഹാർഡ് വർക്ക്. ബി. സ്വകാര്യ ട്യൂഷന് വിധേയനാകാൻ നിർദ്ദേശിക്കുക, സജഷൻ ഫോർ പ്രൈവറ്റ് ട്യൂഷൻ. സി. ലൈബ്രറികളിലൂടെയുള്ള മേൽനോട്ട പഠനം, സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഇൻ ലൈബ്രറി. ഡി. നിദാന ബോധനം, ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിദാന ബോധനം അഥവാ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. 14. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. Some of the statements associated with evaluation is given below. എ. കുട്ടികളുടെ സമഗ്ര വികസനം പ്രാപ്തമാക്കുന്നു. The comprehensive development of student is possible. ബി. പഠന പിന്നോക്കാവസ്ഥക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കുന്നു. സി. കുട്ടികൾക്ക് സ്വയം വിലയിരുത്തലിന് സഹായകമാകുന്നു. ഡി. വാർഷിക പരീക്ഷയ്ക്ക് പരിശീലനം സിദ്ധിക്കുന്നു. നിരന്തര മൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഇൻ കണക്ഷൻ വിത്ത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ? എ. 1, 2, 3 ശരിയാണ്. ബി. 2, 3, 4 ശരിയാണ്. സി. 2, 3, 4 ശരിയാണ്. ഡി. 1, 2, 4 എന്നിവ ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്, 4 ശരിയല്ല. 4 എന്ന് പറഞ്ഞാൽ ഡി ശരിയല്ല. ഇവിടെ വേറെ ഒരു അബദ്ധം ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 1, 2, 3, 4 എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ഭാഗത്ത് അങ്ങനെ 1, 2, 3, 4 എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ അക്കങ്ങളെ കുറിച്ചാണ് ഇവിടെ എ, ബി, സി എന്നതിലൊക്കെ ഇങ്ങനെ 1, 2, 3 എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ നാലാമത്തെ ഈ സ്റ്റേറ്റ്മെന്റ്, ഇവിടെ ഡി എന്ന് കൊടുത്തിരിക്കുന്ന ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നിരന്തര മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് അഥവാ CCയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ്. വാർഷിക പരീക്ഷയ്ക്ക് പരിശീലനം സിദ്ധിക്കുന്നു എന്നത് അതുമായി ബന്ധപ്പെട്ട് ശരിയല്ല. അപ്പോൾ 1, 2, 3 ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. 15. കുട്ടികളുമായി നന്നായി ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത അധ്യാപകൻ അത് മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ടത് എന്താണ്? കുട്ടികളുമായി നന്നായി ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത അധ്യാപകൻ അത് മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ടത് എന്താണ്? എ ടീച്ചർ ഹു കനോട്ട് കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് സ്റ്റുഡൻസ് ഷുഡ് എ. നിലവിലുള്ള സ്ഥിതി തുടരുക. ബി. അധ്യാപന ജോലി ഉപേക്ഷിക്കുക. സി. തൻ്റെ ബോധന രീതി വിലയിരുത്തുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഡി. കുട്ടികൾക്ക് നോട്ട് തയ്യാറാക്കി കൊടുക്കുകയും വായിച്ചു കൊടുക്കുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി ആണ്. തൻ്റെ ബോധന രീതി വിലയിരുത്തുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഇവാലുവേറ്റ് ഹിസ് സ്ട്രാറ്റജീസ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. 16. ബോധന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ബോധന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുകയാണ്. 1. മുന്നറിവും പുതിയ അറിവുമായി ബന്ധപ്പെടുത്തുക. ലിങ്ക് ദ പ്രീവിയസ് നോളജ് ആൻഡ് ന്യൂ നോളജ്. 2. ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അഥവാ പഠന നേട്ടങ്ങൾ രൂപീകരിക്കുക. ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഔട്ട്കംസ്. 3. വിലയിരുത്തലും പുനർബോധനവും നൽകുക. ഇവാലുവേഷൻ ആൻഡ് റീടീച്ചിങ്. 4. പഠന സാമഗ്രികൾ അവതരിപ്പിക്കുക. പ്രസന്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്.
ബോധന പ്രക്രിയകൾ ക്രമാനുഗതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ ബോധന പ്രക്രിയകൾ ക്രമാനുഗതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ടീച്ചിങ് പ്രോസസ്? എ 1 2 3 4, ബി 2 1 4 3, സി 2 4 3 2. ഇതിങ്ങനെ ക്രമത്തിൽ ഇതിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് ക്രമമാണ് ശരി? അപ്പോൾ പഠിപ്പിക്കുന്ന നേരത്ത് ആ പഠനം ടീച്ചിങ് പ്രോസസ്സിൽ നമ്മൾ ഏത് ക്രമമാണ് പാലിക്കേണ്ടത്? ഈ 4-ൽ ഏതാണ് ആദ്യം, പിന്നെ ഏത് വരണം, പിന്നെ ഏത് വരണം, അങ്ങനെ ക്രമീകരിച്ചത് ശരിയായ ക്രമം ഏത് ഓപ്ഷനിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. പക്ഷെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം 2 വേണ്ടത്. അതായത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പഠന നേട്ടങ്ങൾ രൂപീകരിക്കുക. ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഈ പഠനം കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അതൊക്കെ നിർണ്ണയിക്കുക. അതാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തെ പിന്നെ 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് വേണ്ടത്. പിന്നെ ഇത് മുന്നറിവും പുതിയ അറിവുമായി ബന്ധപ്പെടുത്തുക. അതാണ് 2-ാമതായിട്ട് വേണ്ടത്. 3-ാമതായിട്ട് വേണ്ടത് ഇതാണ് 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, പഠന സാമഗ്രികൾ അവതരിപ്പിക്കുക. പിന്നീട് അവസാനം വേണ്ടത് 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് വിലയിരുത്തലും പുനർബോധനവും നൽകുക. ഇവാലുവേഷനും റീടീച്ചിങ്ങും ഒക്കെ ഏറ്റവും അവസാനം വേണ്ടതാണല്ലോ. അപ്പൊ ഇതാണ് ടീച്ചിങ് പ്രോസസ്സിന്റെ ആ ഓർഡർ, കറക്റ്റ് ഓർഡർ ഇതാണ്. അതായത് ആദ്യം ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പഠന നേട്ടങ്ങളൊക്കെ രൂപീകരിക്കുക, പിന്നെയാണ് മുന്നറിവും പുതിയ അറിവുമായി ബന്ധപ്പെടുത്തുക, പിന്നെ പഠന സാമഗ്രികൾ അവതരിപ്പിക്കുക, ഏറ്റവും അവസാനം വിലയിരുത്തലും പുനർബോധനവും നൽകുക. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി. 17 ബൗദ്ധിക പരിമിതിക്ക് ഒരു ഉദാഹരണമാണ്. ബൗദ്ധിക പരിമിതിക്ക് ഒരു ഉദാഹരണമാണ്. An example of an intellectual disability is ADHD, B dyslexia, C ബുദ്ധിമാന്ദ്യം അഥവാ മെന്റൽ റിട്ടാർഡേഷൻ, D autistic spectrum disorder. ആൻസർ ഉത്തരം സി ആണ്, ബുദ്ധിമാന്ദ്യം, മെന്റൽ റിട്ടാർഡേഷൻ. അത് ഒരു ബുദ്ധിപരമായ പരിമിതിയാണ്, ഇന്റലക്ച്വൽ ഡിസാബിലിറ്റിയാണ്. 18 വൈവിധ്യ ആവശ്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യ. വൈവിധ്യ ആവശ്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? The technology that can be used for helping the students with diverse needs is A പരിശീലന സാങ്കേതിക വിദ്യ, ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി, ബി സമഗ്ര സാങ്കേതിക വിദ്യ, ഇന്റിഗ്രേറ്റഡ് ടെക്നോളജി, സി ലഘു സാങ്കേതിക വിദ്യ, സിമ്പിൾ ടെക്നോളജി, ഡി അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ, അസിസ്റ്റീവ് ടെക്നോളജി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ, അസിസ്റ്റീവ് ടെക്നോളജി. 19 അറിവ് സമ്പാദനം എന്നതിനെ സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അറിവ് സമ്പാദനം എന്നതിനെ സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? നോളജ് അക്വിസിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് സ്കീമാസ്. Who postulated this theory? A. Jerome S. Bronner, B. Jean Piaget, C. Lev Vygotsky, D. J.B. Watson. Answer option B ആണ്, ജീൻ പിയാഷെ. 20 വിനോദ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവന്റെ ബഹുമതി വളരെ താഴ്ന്ന നിലയിലുമാണ്. വിനോദിന്റെ ഈ പെരുമാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ കാരണം എന്താണ്? വിനോദ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവന്റെ ബഹുമതി വളരെ താഴ്ന്ന നിലയിലുമാണ്. വിനോദിന്റെ ഈ പെരുമാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ കാരണം എന്താണ്?
Vinod is a low achiever and having a low self-esteem. The most appropriate reason for this behavior is A. സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം, അതോറിറ്റേറിയൻ പാരൻസ്. ബി. ഉദാര രക്ഷാകർതൃത്വം, പെർമിസീവ് പാരൻസ്. സി. ലാളന രക്ഷാകർതൃത്വം. ഡി. നിസ്സംഗ രക്ഷാകർതൃത്വം. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം, അതോറിറ്റേറിയൻ പാരൻസ്. 21. വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നിരീക്ഷിക്കുന്നു? വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഹൗ ഡിഡ് വൈഗോട്സ്കി വ്യൂ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എ. ചോദക പ്രതികരണ ബന്ധങ്ങൾ സംബന്ധിച്ച പഠനത്തിന്റെ ഒരു ശ്രേണിയായി. He saw development as a sequence of learning stimulus response associations. ബി. ഒരു കുട്ടിയുടെ സാമൂഹികപരവും സാംസ്കാരികപരവുമായ അനുഭവങ്ങളുടെ ഫലമായി. Intellectual development is the result of experiences of children in terms of social and cultural context. സി. പാരമ്പര്യമായി നിർണയിക്കപ്പെട്ടത്. Development is genetically predetermined. ഡി. ജീവശാസ്ത്രപരമായി പക്വത കൈവരിക്കുന്നതിന്റെ ഫലമായി. Development is the result of biological maturation. ആൻസർ ബി ആണ്. ഒരു കുട്ടിയുടെ സാമൂഹികപരവും സാംസ്കാരികപരവുമായ അനുഭവങ്ങളുടെ ഫലമായി. അഥവാ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. 22. മീനു എല്ലാ വിഷയങ്ങളിലും താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ ശാസ്ത്ര വിഷയങ്ങളിൽ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും അപഗ്രഥിക്കുന്നതിന് പ്രയാസം നേരിടാറുണ്ട്. മീനുവിന് താഴെ പറയുന്നവയിൽ ഏത് കാര്യത്തിലാണ് പോരായ്മയുള്ളത്? മീനു എല്ലാ വിഷയങ്ങളിലും താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ ശാസ്ത്ര വിഷയങ്ങളിൽ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും അപഗ്രഥിക്കുന്നതിന് പ്രയാസം നേരിടാറുണ്ട്. മീനുവിന് താഴെ പറയുന്നവയിൽ ഏത് കാര്യത്തിലാണ് പോരായ്മയുള്ളത്? എ. വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റ് പെർമനൻസ്. ബി. യാഥാസ്ഥികത, കൺസർവേറ്റിസം. സി. യുക്തി വിചിന്തനം, ലോജിക്കൽ റീസണിംഗ്. ഡി. പ്രതിലോമ ചിന്തനം, റിവേഴ്സിബിൾ തിങ്കിങ്. ആൻസർ ഓപ്ഷൻ സി ആണ്, യുക്തി വിചിന്തനം അഥവാ ലോജിക്കൽ റീസണിംഗ്. 23. ഭാഷാ വികാസത്തെ സംബന്ധിക്കുന്ന 2 പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. 2 statements related to language development is given below. 1. ഭാഷാർജനമാണ് ചിന്തയുടെയും ഓർമ്മയുടെയും പ്രാഥമികമായ അടിസ്ഥാനം. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് ദ പ്രൈമറി ബേസിസ് ഫോർ തിങ്കിങ് ആൻഡ് മെമ്മറി. 2. എല്ലാ ഭാഷകളുടെയും ഭാഷാ വികാസ ശ്രേണി അടിസ്ഥാനപരമായി ഒരേ രീതിയിലാണ്. The sequence of language development is basically same for all languages. ഇത് അടിസ്ഥാനപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം എഴുതുക. Based on this, write the correct answer from the following. A. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. ബി. പ്രസ്താവന 1 മാത്രം ശരിയാണ്. സി. പ്രസ്താവനകൾ 2 മാത്രം ശരിയാണ്. ഡി. പ്രസ്താവനകൾ 1ഉം 2ഉം തെറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. അതായത് ഭാഷാർജനമാണ് ചിന്തയുടെയും ഓർമ്മയുടെയും പ്രാഥമികമായ അടിസ്ഥാനം. എല്ലാ ഭാഷകളുടെയും ഭാഷാ വികാസ ശ്രേണി അടിസ്ഥാനപരമായി ഒരേ രീതിയിലാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നാണ് ഉത്തരം.
24. എറിക്സണിന്റെ സിദ്ധാന്തമനുസരിച്ച് 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഏത് മനോസാമൂഹിക വികാസ ഘട്ടത്തിലാണ്? എറിക്സണിന്റെ സിദ്ധാന്തമനുസരിച്ച് 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഏത് മനോസാമൂഹിക വികാസ ഘട്ടത്തിലാണ്? According to Erikson, a 7 years old child belongs to which stage of psychosocial development? A. മുൻകൈ എടുക്കലും കുറ്റബോധവും, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ബി. സ്വേച്ഛാ പ്രതികരണവും സംശയവും, ഓട്ടോണമി വേഴ്സസ് ഡൗട്ട്. സി. കർമ്മോത്സുകതയും അപകർഷതയും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഡി. സ്വത്വവും പ്രതിസന്ധിയും, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. കർമ്മോത്സുകതയും അപകർഷതയും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 25. ധാർമ്മിക മൂല്യങ്ങൾ നേടുന്നതിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ധാർമ്മിക മൂല്യങ്ങൾ നേടുന്നതിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? The most appropriate factor that influence the primary school child in acquiring values is A. സഹപാഠികളുടെ മൂല്യങ്ങൾ. ബി. രക്ഷിതാക്കളുടെ മൂല്യങ്ങൾ. സി. അധ്യാപകരുടെ മൂല്യങ്ങൾ. ഡി. മതവും സംസ്കാരവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ. ആൻസർ ബി ആണ്, രക്ഷിതാക്കളുടെ മൂല്യങ്ങൾ. ചോദ്യം 26. താഴെ പറയുന്നവയിൽ ഏതാണ് നിഗമന വിചിന്തനം സംബന്ധിച്ച് ശരിയല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് നിഗമന വിചിന്തനം സംബന്ധിച്ച് ശരിയല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഡിഡക്റ്റീവ് റീസണിംഗ്. എ. ഇത് ഒരു കൂട്ടം പൂർവ്വസംഗതികളിൽ നിന്നും ആരംഭിക്കുകയും അവ എങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് നിർണയിക്കുക. ബി. ഇത് പൊതുപ്രസ്താവനകളിൽ നിന്നും ആരംഭിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചുള്ള നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. സി. ഇത് ഏറ്റവും ഉറപ്പുള്ളതും മൂല്യവത്തായതുമായ വിചിന്തന പ്രക്രിയയാണ്. കാരണം ഇവിടെ പൂർവ്വസംഗതികൾ ശരിയാണെങ്കിൽ നിഗമനം ഒരിക്കലും തെറ്റാകാൻ സാധ്യതയില്ല. ഡി. ഇത് ചില പ്രത്യേക വസ്തുതകളിൽ നിന്ന് ആരംഭിക്കുകയും ഒരു പൊതുതത്വം ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിഗമന വിചിന്തനത്തെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഇത് ചില പ്രത്യേക വസ്തുതകളിൽ നിന്നും ആരംഭിക്കുകയും ഒരു പൊതുതത്വം ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന പ്രസ്താവന ഡിഡക്റ്റീവ് റീസണിങ്ങിനെ കുറിച്ച് അഥവാ നിഗമന വിചിന്തനത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ചേർത്തിട്ടില്ല, കാരണം ഇതിലെ ഓപ്ഷനുകളെല്ലാം വളരെ വലുതായതുകൊണ്ട്. 27. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന ആശയം ആവിഷ്കരിച്ചത് ആരാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന ആശയം ആവിഷ്കരിച്ചത് ആര്? ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്? എ. സ്പിയർമാൻ. ബി. കാറ്റൽ ആൻഡ് ഹോൺ. സി. സ്റ്റേൺബർഗ്. ഡി. ഗിൽഫോർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാറ്റൽ ആൻഡ് ഹോൺ. അവരാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന ആശയം ആവിഷ്കരിച്ചത്. 28. അരുൺ ഭാഷാ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല, എന്നാൽ ഡ്രോയിങ്, ഡിസൈനിങ് തുടങ്ങിയവയിൽ അതീവ പ്രാഗൽഭ്യം കാണിക്കുന്നുമുണ്ട്. ഗാർഡ്നറുടെ സിദ്ധാന്തമനുസരിച്ച് അരുണിൽ ഏത് തരം ബുദ്ധിയാണ് പ്രകടമായിട്ടുള്ളത്? അരുൺ ഭാഷാ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല, എന്നാൽ ഡ്രോയിങ്, ഡിസൈനിങ് തുടങ്ങിയവയിൽ അതീവ പ്രാഗൽഭ്യം കാണിക്കുന്നുണ്ട്. ഗാർഡ്നറുടെ സിദ്ധാന്തമനുസരിച്ച് അരുണിൽ ഏത് തരം ബുദ്ധിയാണ് പ്രകടമായിട്ടുള്ളത്? എ. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്.
ബി ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസ്. സി പ്രകൃതിപര ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഡി ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വോസ്പേഷ്യൽ ഇന്റലിജൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വോസ്പേഷ്യൽ ഇന്റലിജൻസ്. 29. എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തമനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തിയുടെ വളർച്ചാ ആവശ്യം? എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തമനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തിയുടെ വളർച്ചാ ആവശ്യം? According to Abraham Maslow, which of the following is a growth need? A. വൈജ്ഞാനിക ആവശ്യം, cognitive need. B. ബഹുമതി ആവശ്യം, esteem need. C. ശാരീരിക ആവശ്യം, physiological need. D. സ്നേഹം, സ്വന്തമെന്ന തോന്നലിനുള്ള ആവശ്യം, love and belongingness need. ആൻസർ ഓപ്ഷൻ എ ആണ്, വൈജ്ഞാനിക ആവശ്യം അഥവാ കോഗ്നിറ്റീവ് നീഡ്. ചോദ്യം 30. വളരെ അപൂർവമായി മാത്രം അഭിനന്ദനം നൽകുകയും എന്നാൽ കുട്ടികളുടെ ജിജ്ഞാസയെ ചൂഷണം ചെയ്ത് ക്ലാസ് രസകരവും ഫലപ്രദവുമാക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപിക ഉപയോഗിക്കുന്ന അഭിപ്രേരണ രീതി ഏതാണ്? വളരെ അപൂർവമായി മാത്രം അഭിനന്ദനം നൽകുകയും എന്നാൽ കുട്ടികളുടെ ജിജ്ഞാസയെ ചൂഷണം ചെയ്ത് ക്ലാസ് രസകരവും ഫലപ്രദവുമാക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപിക ഉപയോഗിക്കുന്ന അഭിപ്രേരണ രീതി ഏതാണ്? എ ടീച്ചർ ഹു സെൽഡം യൂസസ് റിവാർഡ്സ് ബട്ട് എക്സ്പ്ലോയ്റ്റ്സ് ദ ക്യൂരിയോസിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫോർ മേക്കിംഗ് ദ ലെസൺസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ഈസ് യൂസിംഗ് ദ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ. എ ആന്തരികവും ബാഹ്യവുമായ അഭിപ്രേരണ, ബോത്ത് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബി ബാഹ്യ അഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. സി ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഡി ഒരു അഭിപ്രേരണയും സ്വീകരിക്കുന്നില്ല, നൈദർ എക്സ്ട്രിൻസിക് നോർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ആന്തരികവും ബാഹ്യവുമായ അഭിപ്രേരണ, ബോത്ത് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എ ആണ് ഉത്തരം.